നഗരത്തെ ഞെട്ടിച്ച വൻ മോഷണ കേസിൽ 2 പ്രതികൾ പോലീസിന്റെ പിടിയിലായി. ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഷട്ടർ പൊളിച്ച് അകത്ത് കടന്ന് ലോക്കർ കുത്തി തുറന്ന് 23 ലക്ഷം കവർന്ന ശേഷം പ്രതികൾ സംസ്ഥാനം വിട്ട് മുങ്ങുകയായിരുന്നു. തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തിയ വ്യാപക അന്വേഷണത്തിനൊടുവിലാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് പ്രതികളെ പിടികൂടിയത്. കൊല്ലം ജില്ലാ ആശുപത്രി റോഡിലെ സ്റ്റെയിൻസ് ട്രേഡിംഗ് കമ്പനിയിൽ നടന്ന വൻ മോഷണ കേസിലാണ് 2 പ്രതികൾ പിടിയിലായത്. ഇരവിപുരം സ്വദേശികളായ സജിൽ, അനന്തൂരവി എന്നിവരാണ് അറസ്റ്റിലായത്. ഏപ്രിൽ 26-ന് പുലർച്ചെയായിരുന്നു സംഭവം. സ്ഥാപനത്തിന്റെ പിൻവശത്തെ ഷട്ടർ പൊളിച്ച് അകത്ത് കടന്ന പ്രതികൾ ലോക്കർ കുത്തി തുറന്ന് 20 ലക്ഷം രൂപയും ബില്ലിംഗ് കൗണ്ടറിലുണ്ടായിരുന്ന 3 ലക്ഷം രൂപയും ഉൾപ്പെടെ 23 ലക്ഷം രൂപ കവർന്നു. മോഷണത്തിനിടെ CCTV സംവിധാനവും നശിപ്പിച്ചു. സംഭവത്തിന് പിന്നാലെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. നൂറുകണക്കിന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. എന്നാൽ ഇതിനോടകം സംസ്ഥാനം വിട്ട പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നു. തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ നടത്തിയ വ്യാപക അന്വേഷണത്തിനൊടുവിൽ പ്രതികളുടെ സാന്നിധ്യം കൂടംകുളം മേഖലയിൽ കണ്ടെത്തിയെങ്കിലും അവർ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. തുടർന്ന് പ്രതികൾ കൊല്ലത്തേക്ക് മടങ്ങിവരാൻ സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണം ശക്തമാക്കിയ പോലീസ് കഴിഞ്ഞ ദിവസം കൊല്ലം കളക്ടറേറ്റ് പരിസരത്ത് നിന്ന് ഇരുവരെയും പിടികൂടുകയായിരുന്നു. ഐസ്ക്രീം കച്ചവടക്കാരനായ 1-ാം പ്രതി സ്ഥാപനത്തിൽ സ്ഥിരമായി എത്തിയിരുന്ന ആളാണ്. സ്ഥാപനത്തിലെ പണമിടപാടുകൾ നിരീക്ഷിച്ച ശേഷം 2-ാം പ്രതിക്കൊപ്പം ചേർന്നാണ് മോഷണം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറയുന്നു. മോഷണം മുതൽ ഉപയോഗിച്ച് കാറുകളും വില കൂടിയ മൊബൈൽ ഫോണുകളും വാങ്ങി ബംഗളൂരു, ഗോവ എന്നിവിടങ്ങളിൽ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു പ്രതികളെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതികൾക്കെതിരെ കൊല്ലം ഈസ്റ്റ്, കടയ്ക്കൽ, അഞ്ചാലുമൂട്, നെയ്യാറ്റിൻകര തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. തെളിവെടുപ്പിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, കൊല്ലം.